factors affecting sludge digestion and their control. So, sludge digestion process it mainly depends on the following factors, that is temperature, pH value, seeding with digested sludge, and mixing and stirring of the raw sludge with digested sludge. First one, temperature. Temperature, that is the process of digestion, is greatly influenced by temperature. That is the rate of digestion being more at higher temperatures. ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ റേറ്റ് ഓഫ് ഡൈജഷൻ കൂടുതലായിരിക്കും. തിരിച്ച് വരാം, റേറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ റേറ്റ് ഓഫ് ഡൈജഷൻ ബീങ് ലെസ്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ടെമ്പറേച്ചർ ആൻഡ് ദ റേറ്റ് ഓഫ് ഡൈജഷൻ ബീങ് മോർ അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ്. And the effect of temperature on digestion period is shown in the figure. That is, two distinct temperature zones are indicated. One is the zone of thermophilic digestion. Second one, zone of mesophilic digestion. And first one, zone of thermophilic digestion. And in this zone of high temperature, digestion is brought about by heat-loving thermophilic organisms. And the temperature in this zone ranges between 40 to 60 degrees Celsius. The optimum temperature in this zone is about 54 degrees Celsius. And at this temperature, the digestion period can be brought down to about 10 to 15 days. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം സ്റ്റേജസ് പറഞ്ഞപ്പോൾ ടോട്ടൽ 4.5 months ഈസ് റിക്വയർഡ് ഫോർ ദി കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ദി സ്ലഡ്ജ്. പക്ഷേ ഈ തെർമോഫിലിക് ഡൈജഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും, എന്ന് പറഞ്ഞാൽ 40 to 60 degrees Celsius. അതിൻ്റെ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 54 degrees Celsius. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ ഡൈജഷൻ പീരീഡ് നമുക്ക് 10 to 15 days ആയിട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഈ 4.5 months പകരം 10 to 15 days കുറയ്ക്കാൻ പറ്റും. ഏതാ ഈ തെർമോഫിലിക് ഡൈജഷൻ ആണെങ്കിൽ ആ സോണിൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുമ്പോൾ. ദെൻ സെക്കൻഡ് വൺ, സോൺ ഓഫ് മെസോഫിലിക് ഡൈജഷൻ. ഇപ്പോൾ ഇൻ ദിസ് സോൺ In this zone of moderate temperature, digestion is brought about by common mesophilic organisms. തെർമോഫിലിക് ആയിരുന്നപ്പോൾ അതിനകത്തുള്ള തെർമോഫിലിക് ഓർഗാനിസംസ് ആയിരുന്നു. ഇതിലാണെങ്കിൽ മോഡറേറ്റ് ടെമ്പറേച്ചർ ആണ്. ഡൈജഷൻ ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ കോമൺ മെസോഫിലിക് ഓർഗാനിസംസ്. ദ ടെമ്പറേച്ചർ ഇൻ ദിസ് സോൺ റേഞ്ചസ് ബിറ്റ്വീൻ 25 to 40 degrees Celsius. The optimum mesophilic temperature is about 29 degrees Celsius. And at this temperature, the digestion period can be brought down to about 30 days. ഇപ്പോൾ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ കൂടുതൽ സമയം നമുക്ക് വേണ്ടി വരും. അപ്പോൾ തെർമോഫിലിക് ഡൈജഷനിലാണെങ്കിൽ നമുക്ക് 10 to 15 days കുറച്ച് കൊണ്ടുവരാൻ പറ്റി. സോൺ ഓഫ് മെസോഫിലിക് ഡൈജഷൻ വരുമ്പോൾ അത് ബ്രോട്ട് ഡൗൺ ടു അബൌട്ട് 30 days. നെക്സ്റ്റ്, pH വാല്യൂ. ഇപ്പോൾ pH വാല്യൂ എന്ന് പറയുമ്പോൾ സ്റ്റേജസ് പറഞ്ഞു ഓരോ സ്റ്റേജസ് ഇൻ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞത് ആസിഡ് ഫെർമെൻറ്റേഷൻ, ആസിഡ് റിഗ്രഷൻ ആൻഡ് ആൽക്കലൈൻ ഫെർമെൻറ്റേഷൻ. അതിൽ ആസിഡ് ഫെർമെൻറ്റേഷൻ സ്റ്റേജിലും ആസിഡ് റിഗ്രഷൻ സ്റ്റേജിലും കൂടുതൽ വോളറ്റൈൽ ഓർഗാനിക് ആസിഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആസിഡ്സ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ pH വാല്യൂ എന്ന് പറഞ്ഞത് കുറവായിരിക്കും, ലെസ് ദാൻ 7 ആയിരിക്കും. അപ്പോൾ ഇവിടെ pH വാല്യൂ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ ഡൈജഷൻ പ്രോസസ് a lot of volatile organic acids are formed as an intermediate step in the breakdown of organic material. These volatile acids are then converted into methane gas by a specialized group of strictly anaerobic and slow growing bacteria called methane formers. അപ്പോൾ ആദ്യം വോളറ്റൈൽ ഓർഗാനിക് ആസിഡ്സ് ഫോം ചെയ്യും. അതിനെ
ഈ വോളറ്റൈൽ ആസിഡ്സിനെ കൺവേർട്ട് ചെയ്യും മീഥെയിൻ ഗ്യാസ് ആയിട്ട്, ഏതാ മീഥെയിൻ ഫോമേഴ്സ് വെച്ചിട്ട്. ദെൻ the methane formers are not operating properly and accumulation of volatile acids may occur, causing the pH to drop to a value as low as 5, which എന്ന് പറഞ്ഞാൽ ഇപ്പം മീഥെയിൻ ഫോമേഴ്സ് വോളറ്റൈൽ ഓർഗാനിക് ആസിഡ്സ് മീഥെയിൻ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണ എന്ന് പറഞ്ഞാൽ ഏതാ മീഥെയിൻ ഫോമേഴ്സ് ആണ്. ആ മീഥെയിൻ ഫോമേഴ്സ് എന്ന് പറഞ്ഞത് പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്തില്ല എങ്കിൽ വീണ്ടും ഈ മീഥെയിൻ ഗ്യാസ് ഫോം ചെയ്യില്ല, വോളറ്റൈൽ ഓർഗാനിക് ആസിഡ്സ് ആയിട്ട് തന്നെ നിൽക്കും. ആ കേസ് വരുമ്പോൾ pH എന്ന് പറഞ്ഞത് ഏകദേശം ലോ ആസ് 5-5നേക്കാളും താഴെ വരും. ആൻഡ് pH during the digester startup does not go below 6.5, and thus to see that the alkaline conditions means the pH value is about 7.2 to 7.4 may prevail ultimately in the final stage of sludge digestion. അപ്പോൾ ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ ആൽക്കലൈൻ ഫെർമെൻറ്റേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞത്. അതിൽ pH എന്ന് പറഞ്ഞാൽ ഏകദേശം 7.2 to 7.4. ബാക്കി എന്ന് പറഞ്ഞത് pH എത്ര 6.5, go below 6.5. ദെൻ ദി അസിഡിറ്റി, ഇപ്പം നമ്മൾ അസിഡിറ്റി കൂടുമെന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ വെച്ചാൽ ദ അസിഡിറ്റി ഇൻക്രീസസ് വിത്ത് ദ ഓവർ ഡോസിങ് ഓഫ് റോ സ്ലഡ്ജ്, പിന്നെ ഓവർ വിഡ്രാവൽ ഓഫ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ആൻഡ് വിത്ത് ദി സഡൻ അഡ്മിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇപ്പോൾ സ്ലഡ്ജിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യണ ഈ 3 കാരണങ്ങളുണ്ട്. ഒന്നിൽ ഓവർ ഡോസിങ് ഓഫ് റോ സ്ലഡ്ജ്, സെക്കൻഡ് എന്ന് പറഞ്ഞത് ഓവർ വിഡ്രോവൽ ഓഫ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ്, അതിൽ തേർഡ് എന്ന് പറഞ്ഞത് സഡൻ അഡ്മിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. അപ്പോൾ ഈ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അതിന് നമ്മൾ കുറയ്ക്കണമെങ്കിലുള്ള റെമഡി എന്താണെന്ന് വെച്ചാൽ ദ റെമഡി ഇൻ സച്ച് കേസസ് ഈസ് ടു ആഡ് ഹൈഡ്രേറ്റഡ് ലൈം ഇൻ ഡോസസ് ഓഫ് 2.3 to 4.5 kilogram per 1000 persons to the raw sludge. അപ്പോൾ ആ റോ സ്ലഡ്ജിൻ്റെ കൂടെ നമ്മൾ 2.3 to 4.5 കിലോഗ്രാം അത് പെർ 1000 പേഴ്സൺസിനാണ്. അത്രയും ഹൈഡ്രേറ്റഡ് ലൈം നമ്മൾ ഈ റോ സ്ലഡ്ജിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അസിഡിറ്റി എന്ന് പറഞ്ഞത് അസിഡിക് റേഞ്ച് എന്ന് പറഞ്ഞത് ആൽക്കലൈൻ റേഞ്ചിലോട്ട് ആകും. അപ്പോൾ അസിഡിറ്റി കുറയ്ക്കാൻ പറ്റും. Then the weight of raw sludge to be added daily for the maintenance of optimum value of pH should also be limited to 3 to 5% of the weight of the digested sludge removed. അപ്പോൾ എത്രമാത്രം ഡൈജസ്റ്റഡ് സ്ലഡ്ജ് റിമൂവ് ചെയ്യണോ അതിൻ്റെ 2 to 3% സ്ലഡ്ജ് മാത്രമേ നമ്മൾ ഇത് ഡെയിലി ആഡ് ചെയ്യാവൂ. The weight of raw sludge to be added daily for the maintenance of optimum value of pH should also be limited to 3 to 5% of the weight of the digested sludge removed. Itriya pH. Next, seeding with the digested sludge. അപ്പോൾ സീഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഒരു സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലെ സ്ലഡ്ജ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ സീഡ് എന്ന് പറഞ്ഞത്. ആ സീഡ് ആഡ് ചെയ്തില്ലെങ്കിൽ ഡൈജഷൻ പീരീഡ് എന്ന് പറഞ്ഞത് കൂടുതലാണ്. അപ്പോൾ ഈ സീഡിനകത്ത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആ ഓർഗാനിസംസ് ആണ് ഇതിനെ ഡൈജസ്റ്റ് ചെയ്യണം. അപ്പം ആ സീഡ് ആഡ് ചെയ്തില്ല എങ്കിൽ ഡൈജഷൻ പീരീഡ് എന്ന് പറഞ്ഞത് കൂടുതലാണ്. അപ്പോൾ when a sludge digestion tank is first put in operation, it is highly beneficial to seed it with the digested sludge from another tank. Without seeding, it may take few months to get a tank operating properly. അപ്പോൾ ഇത്രയാ സീഡിങ് വിത്ത് ഡൈജസ്റ്റഡ് സ്ലഡ്ജ്.
Next, mixing and stirring of the raw sludge with the digested sludge. ഇപ്പം നമ്മൾ മേളിലത്തെ ഫാക്ടർ പറഞ്ഞത് സീഡിങ് വിത്ത് ഡൈജസ്റ്റഡ് സ്ലഡ്ജ്. അത് റോ സ്ലഡ്ജിൻ്റെ കൂടെ ഈ സീഡ് നമ്മൾ ആഡ് ചെയ്യും. വെറുതെ ആഡ് ചെയ്ത് അവിടെ ഇട്ടാൽ പോരെ, ഇതിനെ നല്ലോണം മിക്സ് ചെയ്യുക. അതാണ് അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻകമിങ് ഫ്രഷ് റോ സ്ലഡ്ജ് ഷുഡ് ബി തർലി മിക്സ്ഡ് വിത്ത് ദ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ബൈ ഈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ ഇതിനെ നമുക്ക് മെക്കാനിക്കൽ ഡിവൈസ് വെച്ചിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ താഴേന്ന് മുകളിലേക്ക് ഗ്യാസ് നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റോ സ്ലഡ്ജും സീഡും തമ്മിൽ നല്ലവണ്ണം മിക്സ് ആവും. അപ്പോൾ ദ ഇൻകമിങ് ഫ്രഷ് റോ സ്ലഡ്ജ് ഷുഡ് ബി തർലി മിക്സ്ഡ് വിത്ത് ദി ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ബൈ സം ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് അജിറ്റേഷൻ. എന്തിനാ? സോ ആസ് ടു മേക്ക് എ ഹോമോജീനിയസ് mass of raw as well as digested sludge. Then the mixing of raw and digested sludge achieved by stirring the sludge in the sludge digestion tank by slow moving mechanical devices or the gases of decomposition may be used to set up agitation by circulating from bottom to top of the tank by means of a pumping device. അപ്പോൾ ആ മിക്സിങ്ങിന് വേണ്ടി ഒന്നിൽ സ്ലോ മൂവിങ് മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ താഴേന്ന് മുകളിലേക്കോ ഇത് നമ്മൾ പമ്പ് ഗ്യാസിനെ എന്ത് ചെയ്യുക, പമ്പ് ചെയ്യാം. ഇനി ഈ സ്റ്റെർ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സസീവ് സ്റ്റെറിങ് മേ പ്രൊഡ്യൂസ് ഹാംഫുൾ ഇഫക്ട്സ് ആസ് ഇറ്റ് മേ കിൽ ദ ബാക്ടീരിയ. ഇപ്പോൾ ഭയങ്കരമായിട്ടിട്ട് നമ്മൾ സ്റ്റെർ ചെയ്യണമെങ്കിൽ ഇതിനകത്തുള്ള ബാക്ടീരിയൊക്കെ എല്ലാം ചത്തുപോകും. പ്രോപ്പർ സ്റ്റെറിങ് however results even distribution of incoming sludge, breaks and reduces the scum and helps in increasing the production of gases. അപ്പോൾ പ്രോപ്പർ സ്റ്റെറിങ് results in even distribution of incoming sludge and breaks and reduces the scum. Scum layer means ഇപ്പോൾ ഡീകോമ്പോസിഷൻ നടന്നു കഴിയുമ്പോൾ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് ഗ്യാസ് ഫോം ചെയ്യും. മെയിൻ ഗ്യാസ് ഈസ് മീഥേൻ. അപ്പോൾ ഒരു ഓയിലി ആൻഡ് ഗ്രീസി മാറ്റർ ഫ്ലോട്ടിംഗ് ടു ദ സർഫസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് സ്കം. ആ ലെയറിനെ സ്കം ലെയർ എന്ന് പറയും. അപ്പോൾ എക്സസീവ് സ്റ്റെറിങ് മേ പ്രൊഡ്യൂസ് ഹാംഫുൾ ഇഫക്ട്സ് ആൻഡ് ഇറ്റ് മേ കിൽ ദ ബാക്ടീരിയ. പ്രോപ്പർ സ്റ്റെറിങ് റിസൾട്ട്സ് ഇൻ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകമിംഗ് സ്ലഡ്ജ്, breaks and reduces the scum and helps in increasing the production of gases. അപ്പോൾ ഇത്രയാണ് factors affecting the sludge digestion process.